അമൃതാനന്ദമയുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഇപ്പോ വരുന്ന കുഷ്ഠരോഗം, അപ്പൊ അതിൽ വരുന്ന ഒരാൾക്ക് ഇപ്പോ നക്കി സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു രോഗിയെ എത്ര പേരെ നക്കി അസുഖം മാറ്റാൻ പറ്റും, ഒരാളെ അസുഖം മാറ്റി പലരെ മാറ്റാൻ പറ്റുമോ, ലോകത്തുള്ളവർക്ക് മുഴുവൻ നക്കിയാണ് അസുഖം മാറ്റുന്നത്. ഇതൊക്കെ ഞാനൊരു കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകം ആളുകളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കെട്ടിപ്പിടിക്കാൻ ആരെ കൊണ്ടാ പറ്റണത്? കുഷ്ഠരോഗി അല്ലെങ്കിൽ ഈ സോറിയാസിസ് പിടിച്ചൊരു വ്യക്തിയെ നമുക്ക് നക്കാൻ പറ്റൂ? ഇല്ല, നമുക്ക് സാധ്യമാവില്ല. കാണുമ്പോഴേ നമുക്ക് ഉള്ളിൽ അറപ്പ് വരും. എനിക്ക് ഫിറോസ് ഖാന്റെ വീട്ടിലായിരുന്നു താമസിക്കാൻ. നമ്മുടെ പുള്ളിയുടെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ തന്ന വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 കോടി രൂപയുടെ ബംഗ്ലാവ് പോലത്തെ ഒരു സാധനമാണ് എനിക്ക് തന്നത്. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. അദ്ദേഹം താമസിക്കുന്ന ഒരു 5 നില ബിൽഡിങ്ങിലാണ്. മുകളിൽ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ജുഹു ബീച്ചിന്റെ സൈഡാണ്. വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോൾ അദ്ദേഹം വെള്ളം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞു. 2 മണി 3 മണി വരെ വെളുപ്പിന് വരെ വെള്ളം അടിക്കുകയാണ്. അദ്ദേഹം 5ഉം 8ഉം 10ഉം ലക്ഷം രൂപയ്ക്ക് വിദേശത്ത് നിന്ന് ഫോറിനർ പെൺകുട്ടികളെ, ചെറുപ്പക്കാർ പെൺകുട്ടികളെ പുള്ളിക്ക് ആവശ്യത്തിന് വേണ്ടി അവിടെ കൊണ്ടുവരുമായിരുന്നു. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, കൂടെ താമസിക്കണമല്ലേ, പട്ടി മോങ്ങണ പോലെ മോങ്ങിക്കൊണ്ട് കിടക്കാറ്. വിജയ് മല്യ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, ദാവൂദ് ഇബ്രാഹിം, സഞ്ജയ് ദത്ത്, ഈ പറഞ്ഞ സകലരുമായിട്ട് വലിയ കൂട്ടുകെട്ടായിരുന്നു. വേദന അനുഭവിച്ചപ്പോൾ ഏത് പട്ടിയെ കൂടെ ഉണ്ടായി? എന്നെ പ്രപഞ്ചം എന്തിനാ അത് കാണിച്ചു തന്നെന്നറിയാം. ലോകം എന്താണ്, എനിക്ക് ഇങ്ങനെ വരാൻ പോകുന്നു, ഈ അവസ്ഥയിൽ ഇരിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് തസ്മൈ ഗുരുജിയാണ്. ഗുരുജി നമസ്തേ. നമസ്തേ. ഗുരുജി, നമ്മൾ കുറെ എപ്പിസോഡുകൾ എടുത്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രോഗശാന്തി തന്നെയാണ്, അത്ഭുത രോഗശാന്തി. ഇപ്പോ നമുക്കറിയാം, ഗുരുജി തന്നെ 24 ഈ അത്ഭുത രോഗശാന്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഡിബേറ്റിന് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോ എന്തുകൊണ്ട് ഈ അത്ഭുത രോഗശാന്തി. ഇപ്പൊ നമുക്കറിയാം, അമൃതാനന്ദമയിയുടെ ഒരു കഥയുണ്ട്. ആ കഥയില് അമൃതാനന്ദമയുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഇപ്പോ ദേഹത്ത് കുരുപ്പുകളും അങ്ങനെ വരുന്ന കുഷ്ഠരോഗം, അപ്പൊ അതിൽ വരുന്ന ഒരാൾക്ക് ഇപ്പോ നക്കി സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകൾ, വിവാദപരമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യം. ഇപ്പോൾ ക്രിസ്തീയ വിഭാഗത്തിലാണെങ്കിൽ പോലും കൈ തൊട്ട് കഴിഞ്ഞാല് രോഗശാന്തി ലഭിക്കുന്ന രീതി. അപ്പോൾ ഈ അത്ഭുത രോഗശാന്തി എന്നത് യഥാർത്ഥത്തിൽ ഒരു പട്ടിപ്പല്ലേ? അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ അത്രയും പെട്ടെന്ന് രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയും? നമുക്ക് ആദ്യം എനിക്കൊന്ന് ബാക്കിലേക്ക് പോകേണ്ടി വരും ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും ശ്രീനാരായണ ഗുരുവിനെയും അമൃതാനന്ദമയെയും മറ്റു ഗുരുക്കന്മാരും ഒക്കെ മനുഷ്യ ദൈവം അല്ലെങ്കിൽ ഇവരൊന്നും ശരിയല്ല എന്നൊക്കെ പുച്ഛിച്ചിരുന്ന വ്യക്തി തന്നെയാണ്. എനിക്ക് ഈ അനുഭവം കിട്ടിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനൊരു അനുഭവം ലഭിക്കുമെന്ന്. ഈ അനുഭവം കിട്ടി ഈ ജ്ഞാനാവസ്ഥയിലിരുന്ന് ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. അനേകം ആളുകൾക്ക് രോഗശാന്തി ഉണ്ടാവേണ്ട, അനുഭവങ്ങൾ ലഭിക്കേണ്ടത്, ഇതെല്ലാം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തതാണ്. ഇതൊക്കെ പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അമൃതാനന്ദമയി എന്തിനാണ് നക്കി സുഖപ്പെടുത്തിയതെന്ന്. ഞാൻ ക്ലാസ്സിൽ വളരെ മോശമായിട്ട് അമ്മയെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. അമ്മ ഒരു രോഗിയെ എത്ര പേരെ നക്കി അസുഖം മാറ്റാൻ പറ്റും, ഒരാളെ അസുഖം മാറ്റി പലരെ മാറ്റാൻ പറ്റുമോ, ലോകത്തുള്ളവർക്ക് മുഴുവൻ നക്കിയാണ് അസുഖം മാറ്റുന്നത്. ഇതൊക്കെ ഞാനൊരു സർക്കാറ്റിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, തമാശ രൂപത്തിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അമ്മയുടെ വലിപ്പം എന്താണെന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ ചെറുപ്പം എന്താണെന്നോ അല്ലെങ്കിൽ അമ്മ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. ഇതല്ല അതിനുള്ള രീതി എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ചരിത്രത്തിൽ കരഞ്ഞു പോവുകയായിരുന്നു. കാരണം അമ്മ എന്തുകൊണ്ടാണ്, അമ്മ നമ്മളെപ്പോലെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ധ്യാനമാർഗം ശീലിപ്പിക്കുകയൊന്നല്ല ചെയ്യുന്നത്. അമ്മ ഭക്തി മാർഗത്തിൽ ആര് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകം ആളുകളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കെട്ടിപ്പിടിക്കാൻ ആരെ കൊണ്ടാണ് പറ്റണത്? അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ആളുകളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താണ്, കെട്ടിപ്പിടിക്കുന്ന ഓരോ വ്യക്തികളോട് ഇൻഡിവിജ്വലി പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കലും അമ്മയെ ക്യൂ നിന്ന് കാണാൻ പോയിട്ടില്ല, ഇതുവരെ എനിക്ക് കാണാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കൽ ബോംബെയിലായിരിക്കുമ്പോൾ നെരൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ വന്നപ്പോൾ ഞാൻ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ഏകദേശം 2 കിലോമീറ്റർ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യൂ കണ്ട വഴിയെ ഞാനത് വേണ്ടാന്ന് വെച്ച് തിരികെ പോയി. എൻ്റെ ജീവിതമാർഗം അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം വേറെ ആയതുകൊണ്ടായിരിക്കാം പ്രപഞ്ചം എന്നെ മാറ്റിവിട്ടത്. കാലങ്ങൾ കഴിഞ്ഞു, എനിക്ക് ജ്ഞാനം നേടി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഗുരുസ്ഥാനത്ത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നൽ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗുരുവായിട്ട് മാറി. ഇപ്പോൾ ഞാൻ അമ്മ അന്ന് നക്കിയ വ്യക്തിയുടെ
പിന്നാമ്പുറം എനിക്കറിയാം. ആ കുഷ്ഠരോഗിയായിട്ട് വന്ന വ്യക്തി അല്ലെങ്കിൽ ആ സോറിയാസിസ് ആയിട്ട് വന്ന വ്യക്തിക്ക് ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്ഷേത്രപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാളിദേവിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്ന് ഒരാൾ എന്തെല്ലാം ചിന്തിക്കാൻ പാടില്ലയോ, എന്തെല്ലാം പ്രവർത്തിക്കാൻ പാടില്ലയോ, അതെല്ലാം പുള്ളി അവിടെ ഇരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് എന്താ പറയണേ, കാളിയോട് വളരെ ആഴത്തിലുള്ള ഇഷ്ടമുണ്ട്, പ്രേമമുണ്ട്, എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ വാക്കുകളൊന്നും എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. ആ ചെയ്തു പോയ അബദ്ധത്തിന് അദ്ദേഹത്തിന് കിട്ടിയ പണിഷ്മെൻ്റാണ്, കർമ്മഫലമാണ് അടുത്ത ജന്മത്തിലെ ഈ മോശമായ അവസ്ഥ. അപ്പം ഈ ശാപമോക്ഷത്തിന് അമ്മയുമായിട്ട് ഒരു കണക്ഷൻ കിടക്കുകയാണ്. അപ്പം അമ്മ അതിൽ സ്പർശിച്ചേ ആ വ്യക്തിയെ ശരിയാക്കാൻ പറ്റുള്ളൂ. അമ്മ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. എനിക്ക് അറിയാൻ കിട്ടിയത് വളരെ എളിമയോടുകൂടി ഞാൻ പറഞ്ഞു തരാൻ. അപ്പോൾ ഒരാളെ അങ്ങനെ നക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കുഷ്ഠരോഗി അല്ലെങ്കിൽ ഈ സോറിയാസിസ് പിടിച്ചൊരു വ്യക്തിയെ നമുക്ക് നക്കാൻ പറ്റൂ? ഇല്ല, നമുക്ക് സാധ്യമാവില്ല. കാണുമ്പോഴേ നമുക്ക് ഉള്ളിൽ അറപ്പ് വരും. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ആ രീതിയിൽ സ്പർശിച്ചുകൊണ്ട് അസുഖം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അസുഖം മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് നിങ്ങളെപ്പോലെ ഞാനും അറിഞ്ഞത്. അല്ല, അതേപോലെ തന്നെ മറ്റുള്ള കഥകളും ഉണ്ട്. ഇപ്പോ അമൃതാനന്ദമായി തന്നെ ഒരു വഴിയിൽ കിടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അവരുടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അയാൾക്ക് പിന്നീടൊരു വീട് വെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അയാൾ പിന്നെയും ആ രീതിയിലേക്ക് കുടിച്ച് നശിക്കുന്ന നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഗുരുവിനെ സംബന്ധിച്ച് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നന്നാകും, അങ്ങനെ അതൊരു അകക്കണ്ണല്ലേ. അപ്പോ അങ്ങനെ കൊടുത്ത് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഗുരു എന്ന് പറയാൻ കഴിയും? ഇത് രണ്ട് തലത്തിലുണ്ട്. നമ്മുടേതായ ചില നിയോഗങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേസ് പറഞ്ഞത് ഇത് അമ്മയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതേ പ്രവൃത്തി ഞാൻ ചെയ്താൽ ആ വ്യക്തിക്ക് രോഗശാന്തി സംഭവിക്കാൻ പാടില്ല. കാരണം ഇപ്പൊ അഖല്യയുടെ ശരീരത്തിൽ പാദസ്പർശം അത് അല്ലായി മാറിയപ്പോൾ അതിൽ പാദസ്പർശം ഏക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ വരേണ്ടി വന്നു. അത് പുരാണം പറയുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമൃതാനന്ദമയി അമ്മയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത് ജനിച്ച ഒരാളാണ് ഈ പറയുന്ന രോഗിയായിട്ടുള്ള ആൾ. അതുപോലെ ഈ പറയുന്ന ഭിക്ഷുവിന് അല്ലെങ്കിൽ പാലത്തിന്റെ അടിയിൽ കിടന്ന ആളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് എന്തെങ്കിലും ഉള്ളിൽ നിന്ന് ഒരു ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ടാവും. ആ വ്യക്തിയെ സംരക്ഷിക്കേണ്ടത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ ആളുടെ പൂർവ്വകാല ജന്മവുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടാവും. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് ആ വ്യക്തി തന്നെ അനുഭവിച്ച് തീർക്കേണ്ട കർമ്മഫലമാണ്. പക്ഷെ അമ്മ അവിടെ എന്ത് ചെയ്തു? അമ്മയുടെ ഡ്യൂട്ടി അമ്മ ചെയ്തു വിട്ടു. അയാളുടെ കർമ്മഫലം അയാൾ അനുഭവിക്കുന്നു. നമ്മൾ ഫലം ഇച്ഛിച്ചിട്ടല്ല പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് തീരുമാനിച്ചു? ഞാൻ ഒരു വ്യക്തിയെയും ഇത്തരത്തിൽ ചികിത്സിക്കാൻ പോണില്ല. ഇന്ന് ഞാനിത് പറഞ്ഞു, നാളെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വരുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്നെ പ്രപഞ്ചം പരീക്ഷിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുതരും. എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പ്രപഞ്ചം തരണത്. ആരെയും സഹായിക്കാൻ പാടില്ല, അവരുടെ കർമ്മഫലങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് 100%. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ട പോംവഴി ഞാൻ പറഞ്ഞു തരും. നിങ്ങളെ കൊണ്ട് അത് പരിശീലിപ്പിക്കും. നിങ്ങളെ തന്നെയാണ് ആ കല്ലിലും മുള്ളിലൂടെ നടത്തിക്കേണ്ടത്. നിങ്ങൾ സാമൂഹിക ജീവിയാണ്. പക്ഷെ നമുക്ക് അറിയാമോ അറിയില്ലയോ എന്നുള്ളതല്ല. അപ്പൊ വാഹനം ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് വേണം എന്നുള്ളത് നിർബന്ധമാണ്, അല്ലെ? ലൈസൻസ് എടുക്കാതെ നിങ്ങൾ വാഹനം ഓടിച്ചാൽ അതുകൊണ്ടുള്ള കോൺസിക്വൻസസ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് നിയമമല്ലേ? ഈ സമൂഹത്തിലുള്ള ഒരു നിയമമാണ്. ഇതേപോലെ പ്രാപഞ്ചിക നിയമം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ നിയമം അറിയാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല. അതാണ് ശരിക്കും പ്രപഞ്ച നിയമത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ഈ മാനവരാശി മുഴുവൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ആര് പഠിപ്പിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല, നോ എക്സ്ക്യൂസ്. നമ്മൾ ഇതെല്ലാം നമുക്കൊക്കെ ഒരേപോലെ ക്ലാസ് എടുത്ത് തന്നാണ്. എവിടെ വെച്ച്? അമ്മയുടെ ഉള്ളിൽ നമ്മൾ കിടക്കുമ്പോൾ. അവിടെ 10 മാസമല്ല, 12,000 വർഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്നത്. നമ്മൾ പുറത്ത് നിൽക്കുന്ന നമുക്കാണത് 10 മാസമായിട്ട് തോന്നണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിലൊരാളെ സിനിമയ്ക്ക് തിയേറ്ററിൽ കൊണ്ടുവിട്ടിട്ട് നിങ്ങൾ പുറത്ത് നിൽക്കാന്നിരിക്കട്ടെ, നിങ്ങൾക്കത് ഒരു ദിവസം പോലെ തോന്നും, ഇല്ലേ? തിയേറ്ററിനകത്തിരിക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഓ,
എന്ത് ഫാസ്റ്റായിട്ടാണ് പടം കഴിഞ്ഞു അല്ലേ? നിങ്ങൾ വണ്ടി കയറിയിട്ടിരുന്നു, അവർ സിനിമ കണ്ടിട്ട് വണ്ടിയിൽ നിന്ന് വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് 3 പ്രാവശ്യം ചിലപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടാവും, 5 സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും, കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും, ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വെളിയിൽ നിൽക്കുന്ന നിങ്ങളുടെ അവസ്ഥ അതാ. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യൻ അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെയും കാണുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയിട്ട് അകത്തിരിക്കുന്ന കുട്ടിക്ക് 10 മാസം കൊണ്ടായി എന്ന് പറയാം. അകത്ത് കിടക്കുന്ന കുട്ടിക്ക് അവിടെ എന്താ എൻ്റർടൈൻമെൻ്റ് ഉള്ളത് നിങ്ങൾ പറ? ഏറ്റവും ചുരുങ്ങിയ സ്ഥലം, ഈ ബോഡിയുടെ ടെമ്പറേച്ചർ, ആ വെള്ളത്തിൽ കൃമികീടം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന കൃമിയും ആ കീടങ്ങളും അല്ല, അതിനകത്ത് കുറേ ജീവജാലങ്ങളുണ്ട്. അതിൻ്റെ കടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ പുളി കഴിച്ചാൽ എന്ത് കഴിച്ചാൽ ഇതെല്ലാം നമ്മുടെ ആ രസഭാവങ്ങളെല്ലാം ആ ജലത്തിനുണ്ടാവും. അതിനനുസരിച്ച് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവും. കുട്ടി അവിടെ നല്ല സേഫായിട്ട് സുഖമായി കിടക്കാമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. അവിടെ ഇട്ട് ഉടച്ച് വാർക്കുകയാണ്, അതിനെ തീച്ചൂളയിലിട്ട് വാർത്തെടുക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ 12,000 വർഷമായിട്ടാണ് അനുഭവപ്പെടുന്നത്. 1 ദിവസമോ 2 ദിവസമോ 10 മാസമല്ല. അവിടെ വെച്ച് ഈ കംപ്ലീറ്റ് ക്ലാസ്സും എടുത്ത് തന്ന് ലൈസൻസും തന്നിട്ടാണ് നമ്മളെ പുറത്തേക്ക് വിട്ടേക്കുന്നത്. നമ്മളതിനെ മറന്നു കളഞ്ഞ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞ് നമ്മുടെ കുഴപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്, സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇത് പ്രപഞ്ചത്തിന് അറിയണ്ട. നമ്മുടെ വീട്ടിൽ വില്ല് വന്നോ നമ്മൾ കറണ്ട് കാശ് അടയ്ക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഭൂമിയിൽ വന്നോ കർമ്മഫലം അനുഭവിക്കണം. നമ്മളെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെയുള്ള ഗുരുക്കന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ആളുകളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാശുള്ളവരാണ്. ഇപ്പോ അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും ഇവരെല്ലാം ട്രസ്റ്റുകൾ ചെയ്ത് ഒരുപാട് ആളുകളെ രക്ഷിക്കുന്നുണ്ട്, ഒരുപാട് ആളുകളെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഏറ്റവും കൂടുതൽ ആളുകളെ സംരക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കർമ്മഫലങ്ങൾ അവർക്കല്ലേ കിട്ടുന്നത്? തീർച്ചയായിട്ടുമാണ്. ഇതെങ്ങനെ അതിൻ്റെ കർമ്മഫലത്തിൻ്റെ പോക്ക് നമുക്കിതിനെ അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂഷൻ ആവണത്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്കിത് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങളിത് മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇത്തിരി വിശാല ബുദ്ധി വേണത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. നമ്മൾ വിചാരിക്കുക, നമ്മുടെ പഴയ മുഖ്യമന്ത്രി TP ചന്ദ്രശേഖരൻ്റെ കേസോ അതിനു മുമ്പുള്ള കേസോ അല്ലെങ്കിൽ കോടാലിക്ക് അടിച്ചു വന്ന കേസോ, അങ്ങനെ പല കേസുകൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ആ കാലത്തെ അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി തൂക്കിക്കൊന്നിരിക്കട്ടെ. ഇദ്ദേഹത്തോട് ചേർന്ന് ഈ 2026 വരെ ഇദ്ദേഹം ചെയ്യേണ്ട കർമ്മദോഷങ്ങൾ അദ്ദേഹം ചെയ്യാൻ പറ്റുമോ? ഈ കർമ്മം മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നേക്കുന്ന ഈയാൻ പാറ്റകൾ ഏതെങ്കിലും ഇയാളുടെ കൂടെ വരുമോ? ഇല്ല. അപ്പൊ ആ ദുഷ്ടനായ വ്യക്തിയെ പന പോലെ വളർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇദ്ദേഹവുമായിട്ട് ഏതെല്ലാം പൂർവജന്മ വാസനയുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികളുണ്ടോ അതിനെ മുഴുവൻ കൊണ്ടുവന്ന് ചേർക്കുകയാണ്. അപ്പൊ ഇതിനൊരു പടുവൃക്ഷമാക്കി മാറ്റി. ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു തലം വേറെ ഉണ്ടോ? ഇല്ല. അദ്ദേഹം തലമറന്ന് എണ്ണ തേച്ച് ജീവിതം ഏതോ തരത്തിൽ കൊണ്ടുപോയി മുഴുവൻ നശിപ്പിച്ച് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? കാട്ട ചേർത്ത് വെട്ടിയിട്ട് മറച്ചിട്ടേക്കാണ്. ഇതിലും ഭേദമായിരുന്നില്ലേ ഒരു MLA പോലും ആവാണ്ട് പെട്ടിക്കട നടത്താറുണ്ട്. ആ വ്യക്തി അനുഭവിക്കുന്ന ദുഃഖം നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇതിന് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ആ വ്യക്തി കിടന്ന ഉറക്കം വരില്ല, മനസ്സമാധാനമില്ല, ഈ ഫെസിലിറ്റി ഒന്നുമില്ല. പഴയതുപോലെ നീട്ടി വലിച്ച് സല്യൂട്ട് അടിക്കാൻ ആരുമില്ല, പറഞ്ഞാൽ കേൾക്കാനുള്ള കിങ്കരന്മാരില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ മീഡിയ ഇല്ല, യാതൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടി കൂടി മീഡിയയ്ക്ക് പൈസ നൽകിയിട്ടേ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ, അല്ലേ? അത് 1 2 കൊടുത്താൽ പോരാ, കോടിക്കണക്കിന് രൂപ കൊടുത്താലേ ആളുകൾ മിണ്ടാതിരിക്കുകയുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പഴയ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയപ്പോൾ ഇത്രയും ദേഷ്യത്തോടെ സംസാരിച്ചിരുന്ന മീഡിയ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ന്യൂസ് കേൾക്കണില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഇല്ല. കാരണം എന്താ? മീഡിയയെ നിശബ്ദമാക്കാനും അതേ നമ്മുടെ തന്നെ പണമാണ് കൊടുത്തത്. ഇനി ഈ പണം കൊണ്ടെല്ലാം അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഗുണപ്പെടുമോ? ഇല്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 7 തലമുറയും ഇതിൻ്റെ ശാപഭാരം ഏറ്റേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടമാണെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ ഏതൊരു വലിയ വ്യക്തിയെയും പറഞ്ഞോ, അവന് നേരം വെളുത്ത എണീറ്റാണല്ലോ അപ്പി ഇടണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും.
ഞാൻ 1.5 വർഷം ഫിറോസ് ഖാന്റെ വീട്ടിൽ ഞാൻ താമസിച്ചതാണ്. ഞാൻ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഫിലിം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഫിറോസ് ഖാന്റെ വീട്ടിലായിരുന്നു താമസിക്കാൻ. നമ്മുടെ പുള്ളിയുടെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ തന്ന വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 കോടി രൂപയുടെ ബംഗ്ലാവ് പോലത്തെ ഒരു സാധനമാണ് എനിക്ക് തന്നത്. എനിക്കത് കാരാഗ്രഹം പോലെയാണ്. കാരണം എനിക്കതല്ല വേണ്ടത്, എനിക്ക് എൻ്റെ ഫ്രീഡമാണ് വേണ്ടത്. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. അദ്ദേഹം താമസിക്കുന്ന ഒരു 5 നില ബിൽഡിങ്ങിലാണ്. മുകളിൽ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ജുഹു ബീച്ചിൻ്റെ സൈഡാണ്. ചുറ്റുംപുറം പോലീസുകാരുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, സകല ഫെസിലിറ്റി ഉണ്ട്. വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോൾ അദ്ദേഹം വെള്ളം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. 2 മണി 3 മണി വരെ വെളുപ്പിന് വരെ വെള്ളം അടിക്കുകയാണ്. അത് ആരൊക്കെ വരുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എത്രയായിരം രൂപയുടെ, ലക്ഷം രൂപയുടെ മദ്യമാണ് അവിടെ. ഒരു ബാറ് പോലെയാണ് അവിടെ നടക്കുന്നത്. ഡ്രഗ്സും മദ്യം ഇതൊക്കെ ആയിട്ട് നടന്നാൽ ആ മനുഷ്യന് ഉറക്കം വരില്ല. അദ്ദേഹം 5ഉം 8ഉം 10ഉം ലക്ഷം രൂപയ്ക്ക് വിദേശത്ത് നിന്ന് ഫോറിനർ പെൺകുട്ടികളെ, ചെറുപ്പക്കാർ പെൺകുട്ടികളെ പുള്ളിക്ക് ആവശ്യത്തിന് വേണ്ടി അവിടെ കൊണ്ടുവരുമായിരുന്നു. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, കൂടെ താമസിക്കണമല്ലേ. മനസ്സമാധാനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അവസാന 2.5 വർഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 7 ഭാഗത്തായിരുന്നു ക്യാൻസർ. പട്ടി മോങ്ങണ പോലെ മോങ്ങിക്കൊണ്ട് കിടക്കാറുണ്ട്. എന്നെ അദ്ദേഹം അവസാനം കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു എന്നറിയും. ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് വിജയ് മല്യ, ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, ദാവൂദ് ഇബ്രാഹിം, സഞ്ജയ് ദത്ത്, ഈ പറഞ്ഞ സകലരുമായിട്ട് വലിയ കൂട്ടുകെട്ടായിരുന്നു. വേദന അനുഭവിച്ചപ്പോൾ ഏത് പട്ടിയെ കൂടെ ഉണ്ടായി? ഒരു മനുഷ്യൻ കൂടെ ഉണ്ടായില്ല. ഞാൻ ഇതേ ഫിറോസ് ഖാന്റെ കൂടെ വിജയ് മല്യയുടെ വീട്ടിൽ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. ഷൂട്ട് നടക്കുന്ന സമയത്ത്. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഈ വ്യക്തി നമ്മളോടിരുന്ന് ഒരു എന്താ പറയുക, പാപം മനുഷ്യൻ ദുഃഖത്തോടെ പറയുന്ന പോലെ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ ബുദ്ധിമുട്ട് വല്ലതും അറിയുന്നുണ്ടോ? എൻ്റെ കൂടെ വന്നവർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ പോലും ഇല്ല, എയർപോർട്ടിൽ പട്ടിയെ പോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ആ മനുഷ്യൻ്റെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുക. അപ്പൊ ധനികന്റെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നെ പ്രപഞ്ചം എന്തിനാ അത് കാണിച്ചു തന്നതെന്നറിയാം. ലോകം എന്താണ്, എനിക്ക് ഇങ്ങനെ വരാൻ പോകണു, ഈ അവസ്ഥയിൽ ഇരിക്കണം എന്നുള്ളത് എന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. അപ്പൊ പ്രപഞ്ചം എന്നെ ഈ വഴിയിലൂടെ മുഴുവൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരികയാണ്. ഇതൊന്നും കണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹമല്ല തോന്നി. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ പിന്നോട്ട് മാറുകയായിരുന്നു. അതിന് മുൻപ് എനിക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ഒരുമിച്ച് സ്റ്റുഡിയോയിൽ ഇരിക്കേണ്ട ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ഭാഗം മുഴുവൻ കത്തി എരിഞ്ഞ പോലെ കൈയിരിക്കുന്നത്. വലിച്ച് ഇരിക്കാൻ പറ്റില്ല. മനസമാധാനം ഇല്ല, സന്തോഷം ഇല്ല, ദേഷ്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പോണ എന്താ? ഇപ്പോഴേ ഡിപ്രഷനൊക്കെ കാണും. പൈസ ഇല്ലായിട്ടാണോ? അംബാനിയുടെ കേസ് വിട്ടേക്ക്. എനിക്ക് അങ്ങനെ ക്ലോസ്ലി ഒന്നും അറിയില്ല അംബാനിയെ പറ്റി. കാരണം എനിക്ക് അംബാനിയുടെ വീട്ടിൽ പോകാനുള്ള അവസരമുണ്ടായി, പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. അപ്പോഴത്തേക്ക് എൻ്റെ രീതികളൊക്കെ മാറിപ്പോയി. എനിക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആ വ്യക്തി ഒരു പ്രാവശ്യമെങ്കിലും അതുപോലെ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേന് അദ്ദേഹത്തിൻ്റെ കാര്യം. അനേകം ധനികരെ എനിക്ക് പേരെടുത്ത് പറയാൻ പാടില്ല. ഒരു 10-25 പേരെ വേണമെങ്കിൽ പേരെടുത്ത് പറയാം. ഇവരൊന്നും മനസ്സമാധാനത്തിലല്ല ജീവിക്കുന്നത്. എല്ലാം മൾട്ടി മില്യനേഴ്സാന്നുള്ളതാണ് രസം. നമുക്കറിയാവുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ആൾ നമ്മൾ പറയുമ്പോൾ പറയും പന പോലെ വളർത്തുകയാണ്. ഈ പന പോലെ വളർന്നു കഴിയുമ്പോൾ അതിന് നിലനിൽക്കാൻ എന്താ ബുദ്ധിമുട്ടെന്നറിയും. സത്യം പറയാണ്. അവിടെ താഴെ നമ്മൾ എന്തെങ്കിലും പെട്ടിക്കടയോ ചെറിയ ബിസിനസ്സോ ചെയ്യുന്നവനില്ലേ, അവൻ അന്നന്ന് കിട്ടുന്ന വൈകുന്നേരത്തെ കാശുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി സന്തോഷമായി ജീവിക്കാം. ഇവൻ എത്ര കോടി കിട്ടിയാലും അവൻ്റെ വീട്ടിൽ പോയി സന്തോഷമായിട്ട് അവന് ഇരിക്കാൻ പറ്റില്ല. അവൻ വീട്ടിൽ എത്രയോ ധനികർ എൻ്റെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാറുണ്ടെന്നറിയുന്നു. അവൻ്റെ സ്വന്തം ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോൾ ഓഫീസിലെ കാര്യ ചിന്ത, കുളിക്കാൻ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യ ചിന്ത, ബിസിനസ്സിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ വീട്ടിലെ കാര്യ ചിന്ത. കുടുംബം എന്ന് പറയുന്ന ഒരു സാധനമേ ഇവർക്കില്ല. ഇതിനെല്ലാത്തിനും റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്.